ദിവസത്തെ ക്ലാസ്സായി? 28 ദിവസത്തെ ക്ലാസ്സായി. ഓക്കെ. ഇന്നിപ്പോൾ ഓടിച്ച് ഏത് വണ്ടിയായിരുന്നു? ഇന്നോവയാണ്. ഇന്നോവ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്? ഓക്കെ ഓക്കെ. അപ്പോഴേ പിന്നെ ഇന്ന് ഇന്നോവ ഓടിച്ച എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓഫ് ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആൾട്ടോയിൽ പഠിച്ചിട്ട് പെട്ടെന്ന് ഇന്നോവയൊക്കെ ഓടിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഭയങ്കര സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗിയറൊക്കെ ഇടുന്നതേ അറിയാൻ പറ്റുള്ള പവർ സ്റ്റിയറിങ് എല്ലാം കൊണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഇത്രയും വലിയൊരു വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ഇതെന്ന് ഞാൻ ഓടിക്കുന്നുള്ളൊരു സംഭവം പണ്ടേ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഇത് പെട്ടെന്ന് സാർ ഓടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും കുറച്ചൊന്ന് ടെൻഷനായി. പിന്നീട് ഓടിച്ചു തുടങ്ങിയപ്പോഴത്തേനും കുഴപ്പമുണ്ടായില്ല. അതുപോലെ തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെ ഗ്രൗണ്ടിൽ നമ്മൾ മറ്റേത് ഓടിക്കുമ്പോഴത്തേക്ക് പോലെയുള്ള ഐഡിയാസ് കുറച്ച് മാറ്റി വലിയ വണ്ടിയാകുമ്പോൾ അതനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യണം. അത് സാറ് പറഞ്ഞു തന്നായിരുന്നു. ഒരു പ്രാവശ്യം ഓടിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്കും ടെൻഷൻസൊക്കെ കുറഞ്ഞു. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. വെരി ഗുഡ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ഏതൊരു വണ്ടി ഓടിക്കുമ്പോഴും ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളും 2 ക്ലച്ച് കൺട്രോളും. അപ്പോൾ ഈ 2 കൺട്രോളുകൾ രേഷ്മയുടെ കയ്യിൽ ഓക്കെ ആയതുകൊണ്ടാണ് ഇന്നോവ എടുത്ത് ഓടിക്കാൻ തന്നത്. അപ്പോൾ ക്ലച്ച് കൺട്രോൾ കറക്റ്റായിട്ടൊരു കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം വിതിൻ സെക്കൻഡ്സിനകത്ത് എന്തെങ്കിലും സംഭവിക്കും. അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു അപകടത്തിന് വഴിതെളിക്കും. അപ്പോൾ ഈ ബേസിക് കൺട്രോളുകൾ നമ്മൾ ഈ ഗ്രൗണ്ടിൽ കറക്റ്റ് ചെയ്ത് പഠിച്ചെടുത്തതിൻ്റെ ഒരു റിയാക്ഷനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസാണ് ഇന്ന് നമുക്ക് ഇന്നോവ കിട്ടി ഓടിക്കാൻ കിട്ടിയത്. അപ്പോൾ അത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ പിന്നെ രേഷ്മ ചെയ്തു. അതുപോലെ തന്നെ രേഷ്മ പറഞ്ഞ മറ്റൊരു കാര്യം, വണ്ടിയുടെ സൈസ് വ്യത്യാസം വന്നു. നമ്മൾ ഇതുവരെ പഠിച്ച കാറിൽ നിന്ന് മാറി. നമ്മൾ തുടങ്ങിയത് മാരുതി 800-ലാണ്. ആദ്യം നമ്മൾ തുടങ്ങിയത് അതിലാണ്. പിന്നെ നമ്മൾ ഡിസയർ ഓടിച്ചു. അത് കഴിഞ്ഞാണ് ഫൈനൽ ക്ലാസ്സിന് മുമ്പായിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ഇന്നോവ എന്ന് ഓടി വളരെ സ്മൂത്തായിട്ട് ഇത് ഓടിക്കാൻ പറ്റും. എൻ്റെ കാരണം ഈ 2 കാരണങ്ങളായിരുന്നു. വെരി ഗുഡ്. എന്തായാലും സൂപ്പറായി, അടിപൊളിയായി, മിടുക്കി. കൺഗ്രാറ്റ്സ്. ഓക്കെ, താങ്ക് യു.